find a place to sit. So everybody got sick all of a sudden. Probably the climate change, and so all our plans got delayed a little bit. Today I haven't shown any symptoms of having a cold, so I hope it stays that way. Like one more day to go. This is like a part of the hotel. Feels so much better sitting outside. I'm just gonna sit and chill here waiting for the others to come, and then we are taking off to Dubai Hills Mall, and I'll take you guys there with me. വെയിറ്റ് ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് ആവശ്യമാണ്. സോ ബേസിക്കലി കഥയിൽ വന്ന ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ ദുബായിൽ ആ ടൈം ഒരു ഫ്ലൂ സീസൺ ആയിരുന്നു. ഇത് നമുക്ക് പിന്നീടാണ് മനസ്സിലായത്. സോ ഈവൻ ദോ മൈ സിസ്റ്റർ കെയിം ഓൾ ദ വേ ടു ദുബായ് വിത്ത് ഹെർ കിഡ്സ്, നമുക്ക് വിചാരിച്ച പോലെ നമ്മുടെ പ്ലാൻ പ്രകാരം പുറത്തൊന്നും പോകാൻ പറ്റിയില്ല. ആൻഡ് ദേ ഹാഡ് ടു ഗോ ബാക്ക് ഹോം. സോ നമ്മൾ കുറച്ചുകൂടെ നേരം എല്ലാവരും ഒന്ന് റെസ്റ്റ് അപ്പ് ഒക്കെ ചെയ്തിട്ട് എവിടെയെങ്കിലും അടുത്തുള്ളൊരു നമ്മൾ കാണാത്ത സ്ഥലത്ത് പോകാമെന്ന് വിചാരിച്ചു. ആൻഡ് ഇവിടെയുള്ള ഹോട്ടൽസിനാണെങ്കിൽ നമുക്കൊരു വിൻഡോ പോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഐ ഡോണ്ട് നോ വൈ ദേ മേഡ് ഇറ്റ് ലൈക്ക് ദാറ്റ്. പ്രോബബ്ലി പുറത്ത് നല്ല ചൂടൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 11-12 ഒക്കെ ആയി കാണും. അപ്പം ഞാൻ മെല്ലെ ഒന്ന് റെഡിയായി പുറത്ത് പോയി കുറച്ച് സമയം കാറ്റൊക്കെ കൊണ്ടിരിക്കാമെന്ന് വിചാരിച്ചു. അത് മാത്രമല്ല, ഇന്ന് ദുബായിൽ നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ഡേ ആണ്. നാളെ നമ്മൾ റിട്ടേൺ ചെയ്യാണ്. എവിടെ പോകുന്ന ആലോചിച്ചിരിക്കുമ്പോഴാണ് ദുബായ് ഹിൽസ് മാൾ എന്നുള്ളൊരു ഐഡിയ നമ്മുടെ മൈൻഡിലേക്ക് വന്നത്. നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോഴേ ഈ മാളിന്റെ ഹോർഡിങ്സ് ഒക്കെ കാണുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അതെന്നെ പോയി നോക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ അങ്ങോട്ടേക്ക് എത്തി. ദുബായ് മാളിന്റെ അത്ര വലുതൊന്നുമല്ല, അത് മാത്രമല്ല അത്രക്ക് തിരക്കും ഇവിടെ കാണുന്നുണ്ടായിരുന്നില്ല. പ്രോബബ്ലി പുതിയ മാൾ ആയതുകൊണ്ടും കുറച്ചൊന്നും പോകാനുള്ളത് കൊണ്ടായിരിക്കാം. ആൻഡ് അത്യാവശ്യം നല്ല സ്റ്റോഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കയ്യിൽ ഇഷ്ടം പോലെ സമയമുള്ളത് കാരണം ഒന്ന് മുടി മുറിച്ചേക്കാന്ന് വിചാരിച്ചു. എനിക്ക് ആകെ ഒരു റിക്വസ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ, കേർട്ടൻ ബാങ്ക്സ് വേണം. ഐ തിങ്ക് ഒരു 2 years ആയിട്ട് ഞാൻ ഇതിൻ്റെ പിന്നാലെയാണ്. പല സ്ഥലത്തുനിന്നും ട്രൈ ചെയ്ത് നോക്കി. അവരൊക്കെ മുടി കത്തിരിച്ച് കളഞ്ഞു എന്നല്ലാണ്ട് കേർട്ടൻ ബാങ്ക്സ് മാത്രം എനിക്ക് കിട്ടിയില്ല. എന്നാൽ പിന്നെ അവസാനത്തെ ഒരു ഭാഗ്യ പരീക്ഷണം അത് ഇവിടെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് പോയതാണ്. ദിസ് പ്ലേസ് ഇസ് കോൾഡ് ദ ലോഫ്റ്റ്. ഹെയർ കട്ടിൻ്റെ മാത്രമല്ല, ഈവൻ ദ ഹെയർ പ്രെപ്പ് ആഫ്റ്റർ വാഷിംഗ് വാസ് റിയലി ഗുഡ് ഓവർ ഹിയർ. ഐ വാസ് ഡെഫിനറ്റ്ലി വെരി ഹാപ്പി വിത്ത് ദ റിസൾട്ട്സ്. ഈ പോയിന്റ് ആയപ്പോഴേക്കും എനിക്ക് നല്ലോണം വാഷ്റൂമിൽ പോകാൻ തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ പുള്ളി സ്റ്റൈലാക്കി വിടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എങ്ങനെയല്ലോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടുന്ന് ലഞ്ചും കഴിച്ച് നമ്മൾ നേരെ ദുബായ് മാളിലേക്ക് പോയി. കാരണം വേറെ എവിടെയും നമുക്കിനി പോകാനില്ല. രാവിലെ ഞാനിങ്ങനെ ഹോട്ട് ചോക്ലേറ്റിനെ കുറിച്ച് സംസാരിച്ചപ്പോഴാണ് എൻ്റെ സിസ്റ്റർ ദുബായ് മാളിലുള്ള ഈ ഒരു പ്ലേസ് റെക്കമെൻഡ് ചെയ്തത്. ദിസ് ഈസ് കോൾഡ് ആഞ്ചലീന പാരീസ് കഫേ. ആൻഡ് മൈ സിസ്റ്റർ വാസ് നോട്ട് റോങ്. ദിസ് വാസ് ഡെഫിനറ്റ്ലി വൺ ഓഫ് ദ ബെസ്റ്റ് ഹോട്ട് ചോക്ലേറ്റ്സ് ദാറ്റ് ഐവ് എവർ ഹാഡ് ഇൻ മൈ ലൈഫ്. നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരു കപ്പൊന്നും ഒറ്റക്ക് കുടിക്കാൻ നോക്കരുത്. അത്രക്ക് ഹെവിയാണ്. യു ക്യാൻ ഡെഫിനറ്റ്ലി ഷെയർ ഇറ്റ് വിത്ത് സംബഡി. അങ്ങനെ ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ കഴിച്ച് നമ്മൾ നേരെ ഹോട്ടലിലേക്ക് വന്നു. ഇനി ഡിന്നറിന് പുറത്തിറങ്ങാനുള്ള ഉഷാറൊന്നും നമുക്കില്ല. അതുകൊണ്ട് ലൈറ്റായിട്ടൊരു ഡിന്നർ ഇവിടെ തന്നെ കഴിച്ചു. ഒരു പ്രോൺസിന്റെ സാലഡും പിന്നെ സാൽമൺ ആൻഡ് സം ക്രെം ബ്രൂലെ ഇതായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത്. എല്ലാം നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ സംഭവം ദുബായ് ചോക്ലേറ്റും കൊണ്ടല്ലാണ്ട് വീട്ടിലേക്ക് വരണ്ടെന്ന് അമ്മ പറഞ്ഞു. പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ച് നമ്മൾ അതും ഓർഡർ ചെയ്തു. ഇതാണ് ഒറിജിനൽ ദുബായ് ചോക്ലേറ്റിന്റെ ബ്രാൻഡ് ആൻഡ് ഇറ്റ് വാസ് റിയലി അമേസിംഗ്. അങ്ങനെ നമുക്ക് ദുബായിയോട് വിട പറയേണ്ട ദിവസം വന്നെത്തിരിക്കുകയാണ് ഗൈസ്. സോ മെല്ലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. റിട്ടേൺ ഫ്ലൈറ്റ് ഷാർജയെന്നാണ്. ആൻഡ് അത് ഇവിടുന്ന് ഒരു 40 minutes ഡ്രൈവ് ഉണ്ടായിരുന്നു. പൊതുവെ എനിക്കൊരു സ്ഥലം വിട്ടു പോകുമ്പോൾ വിഷമമൊന്നും ഉണ്ടാവാറില്ല, അൺലെസ് ഐ റിയലി ലൈക്ക് ദാറ്റ് പ്ലേസ്. ആൻഡ് ദുബായിനോട് ഇപ്രാവശ്യം ഗുഡ് ബൈ പറയുമ്പം ഐ വോണ്ട് ലൈ, ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. നാട്ടിൽ നിന്നൊക്കെ വന്ന് ഒരുപാട് പേർക്ക് ഇവിടെ ഇഷ്ടാവുന്നില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചിലർക്ക് ഇതൊരു സോൾലെസ് സിറ്റിയാണ്. പക്ഷെ എനിക്ക് എപ്പോഴും ഈ സിറ്റി കുറച്ച് നല്ല കോർ മെമ്മറീസ് ആണ് തന്നിട്ടുള്ളത്. ഇവിടെ വന്നാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ലൈഫിൽ ഇപ്പോൾ ഏത് സ്റ്റേജിലാണ്, ഇവിടുന്ന് നമുക്ക് എങ്ങോട്ടേക്ക് എത്തണം. ആർട്ടിഫിഷ്യാലിറ്റി എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുമ്പോഴും ഒരു കാര്യം ആലോചിക്കണം, ബിൽഡിങ്സ് മാത്രമാണ് ആർട്ടിഫിഷ്യൽ, പക്ഷെ ഇവിടുത്തെ ആൾക്കാരൊക്കെ വളരെ സ്വീറ്റ് ആണ്. ഇത്രയും നാഷണാലിറ്റീസിന് ഒന്നിച്ചു വന്ന ആൾക്കാർ. അതുകൊണ്ട് തന്നെ കൾച്ചറലി ഇത്രയും വൈബ്രന്റ് ആയൊരു സിറ്റി നമുക്ക് വേറെ എവിടെ കിട്ടും. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ട്രിപ്പിന് ശേഷം നമ്മൾ തിരിച്ചു പോവാണ്. ഐ സീ യു ഗൈസ് അഗൈൻ നെക്സ്റ്റ് ടൈം. ബൈ.